ആ ഇവിടെ രസച്ചെടി ഉണ്ടെന്ന് തോന്നല്ലേ? ഇതാണ് ഇതല്ലേ? ഇതാണ് നമ്മളെ രസച്ചെടി കേട്ടാ. ഇതിട്ടിട്ട് നമ്മ രസം വെക്കാൻ പോന്നു. ഇത് സാമ്പാറിലിടൂലേ ഒരാള്? സാമ്പാറിലിടും. അത്രേ വേണ്ടു. അപ്പൊ അരച്ചതിന് എന്താ മണല്ലേ? അപ്പൊ അമ്മ അത് നന്നായി കഴുകുന്നുണ്ടേ. വൃത്തി കഴുകിക്കോ അമ്മ. കാണിച്ചേ ഇത്രയും വേണ്ടല്ലേ? ഒരു 3 ഇല. ഇതിനെന്തെല്ലാം വേണ്ട അമ്മ? ഇനി തക്കാളി, മല്ലി ചതച്ചത്, കുരുമുളക് ചതച്ചത്, പിന്നെ വെളുത്തുള്ളി, കായമില്ല വേണല്ലേ? കായം വേണം. സാറില്ല, നമുക്കതില്ലാണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ആക്കാം. മല്ലി പൊടിച്ചതാന്നല്ല കാണുന്നു. പൊടിയായില്ലേ? ഇല്ലയാ, നല്ല രസം ഉണ്ടാവും അല്ലേ? അപ്പോൾ വെളുത്തുള്ളി, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, രസച്ചപ്പ്, പൊടി അല്ലേ? പൊടി, ആവശ്യത്തിന് ഉപ്പും. നോക്കാം അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നത്. അമ്മ തക്കാളി മുറിച്ച് ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇനി രസച്ചപ്പ് ഇതുപോലെ മുറിച്ചിടുക. നല്ല മണമുണ്ട് കേട്ടാ. ഇതൊറ്റ തൈ നട്ടാൽ മതി, നിറച്ചും പടർന്ന് പിടിക്കും അല്ലമ്മേ? ഒരു ചെറിയ തൈ കൊണ്ട് നട്ടതല്ലേ? ഇതൊന്ന് ഏടത്തിയമ്മരെ ഏച്ചിയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന്. അവിടെ നിറച്ചു കൊണ്ട് പറയുന്നുണ്ടായിന്. ഇനി എന്നാ വേണ്ടേ? മല്ലി പൊടിക്കാത്തതാ വേണ്ടത്, പക്ഷെ പൊടിക്കാത്തതില്ല. അതുകൊണ്ട് പൊടി വെച്ച് അഡ്ജസ്റ്റ് ആക്കുന്നു. മഞ്ഞപ്പൊടി അല്ലേ? പിന്നെ കുറച്ച് കുരുമുളക് നമ്മൾ ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കുരുമുളകിൻ്റെ വെള്ളിയുണ്ട്, നമ്മൾ ഇവിടുന്ന് പൊടിച്ചതാണ്. ഇനി നന്നായി ഇളക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കും അല്ലേ അമ്മേ? അടുപ്പത്തേക്ക് വെക്കുക. നമ്മളെ മുറ്റത്ത് അടുപ്പാന്ന് കേട്ടോ. എല്ലാം ഒന്ന് വൃത്തിയാക്കണം അത്ര. മഴയെല്ലാം മാറിയാൽ വൃത്തിയാക്കാൻ കഴിയും. അത് നമ്മൾ വെളുത്തുള്ളി ചതച്ചതാ. ഇതിട്ട് ചതക്കണം അല്ലേ? എന്നിട്ട് ഇപ്പോഴേ ഇടണം. എല്ലാം ഒന്നിച്ച് വെക്കണം. രസപ്പൊടി ഒന്നും വാങ്ങാണ്ട് രസാക്കാം അല്ലേ? രസാക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സമയം അടച്ചു വെക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മുടെ രസം നന്നായി തിളച്ചിട്ടുണ്ട്. തക്കാളിയെല്ലാം വെന്ത് വരുന്നത്രേ. അതിലേക്ക് പുളി ഒഴിക്കണ്ടാമേ? ആ പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളി മേടിച്ചതാ അമ്മ പീടിയെന്ന്? നമ്മളതിൻ്റെ മുകളിലില്ലേ ഇഷ്ടം പോലെ പുളിയുണ്ട് ഇപ്രാവശ്യം. പക്ഷെ പറിക്കാൻ മുകളിലായി പോയി. നാച്ചുറായിട്ടുള്ള രസമാണ് അല്ലേ അമ്മ? രസമാക്കുന്നതിൻ്റെ അടക്കം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്. പണിക്കോണ്ടമ്മേ? തൊഴിലുറപ്പാ? അതെയാ? എവിടെയാണ് തൊഴിലുറപ്പ്? എന്നാ പണി? കളക്കലാ? അപ്പം ആണുങ്ങളെ പണിയെല്ലാം പോയല്ലേ? നിങ്ങൾ തൊഴിലുറപ്പുകാർ തെച്ച് വളപ്പും കളിച്ചു കൊടുത്താൽ പിന്നെ ആണുങ്ങൾക്കിടെ കളക്കാനും പണ്ട എത്ര ആൾ പോകുന്നതെന്ന്? അല്ല ഞങ്ങളുടെ പെണ്ണുങ്ങൾ കളവടിക്കുമല്ലോ. രസായമ്മേ? മതിയാ? രസം ഇതാ അമ്മ വാങ്ങി വെക്കലായിട്ടാ. നല്ല അടിപൊളി മണം. ഇനി ഇതിലേക്ക് വറുത്തിടണം. ഇതെല്ലാം വറുത്തിടുന്ന് നോക്കാം.
ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഉലുവ, ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെന്താ വേണ്ടമ്മേ? കടുക്. കടുക. രസത്തിൽ വറുത്തിടണോ? വറുത്തിടൊന്നും വേണ്ട, ഞാൻ വെറുതെ വറുത്തിടണം. വറുത്തിട്ടൊരു ടേസ്റ്റ് ആയല്ലേ? വറുത്തിടണം നിർബന്ധമൊന്നുമില്ല. അത്ര നിർബന്ധമൊന്നുമില്ല. അടുപ്പത്തേക്ക് വെക്കുക. അതെന്താന്ന് വറ്റൽ മുളകാ? എത്ര മണിയാകുമ്പോൾ പണിക്കൊണ്ട് നമുക്ക്? 8:45 8:45 ഉണ്ടോ? വറ്റൽ കറിവേപ്പില വേണ്ട? വേണ്ട. ആദ്യം ഇട്ടിരുന്നല്ലേ? ഇളക്കല്ലേ? അപ്പം രസത്തിലേക്ക് വറുത്തിട്ട് നല്ല മണമുണ്ട് കേട്ടോ. ആ ഇലേൻ്റെ മണം പറയുന്നല്ലേ? അപ്പം അമ്മമ്മ നല്ല കറി വെക്കും തോന്നല്ലേ? നല്ല കറി വെക്കും മോളെ. അമ്മമാരെ കൈപ്പുണ്യം അമ്മക്ക് കിട്ടിയെന്ന് പറയുന്നേക്കാം. അല്ലേമാറി എനക്ക് കിട്ടിയിട്ടാ, നിൻ്റെ അമ്മക്കാ കിട്ടീന്ന്. സത്യം തന്നെയാ, നല്ല കറി വെക്കും അമ്മ, നല്ല ടേസ്റ്റാണ്. അമ്മ രസത്തിൻ്റെ ഉപ്പുണ്ടോ നോക്കിയാന്ന്. ടേസ്റ്റ് ഉണ്ടോ അമ്മേ? ഉപ്പുണ്ടാ? അതെയാ? അല്ലെങ്കിൽ കളയാൻ പോറലുണ്ട്, അമ്മ കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാന്ന്.